നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പന്തളം കൊട്ടാരത്തിലും വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 300-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സായുധ സേന ഘോഷയാത്രയ്ക്കൊപ്പം സുരക്ഷാ ചുമതല വഹിക്കും. ഇത്തവണ ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ 11 സ്ഥലങ്ങളിൽ തിരുവാഭരണ പെട്ടികൾ തുറന്ന ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദർശനം ലഭിക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളന്നൂർ ദേവീക്ഷേത്രം, കുറിയാനപ്പള്ളി ദേവീക്ഷേത്രം, പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രം, തിരുവാഭരണ പാറ, ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, പന്തളം കൊട്ടാരത്തിലെ രാജേശ്വരി മണ്ഡപം, ലാഹ വനവകുപ്പ് സത്രം. ഭക്തർക്ക് സുരക്ഷിതവും ക്രമബദ്ധവുമായ ദർശനം ഉറപ്പാക്കാൻ ട്രാഫിക് നിയന്ത്രണങ്ങളും പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമാകാൻ ഭക്തർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടറാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. മകരവിളക്കിന്റെ ഭാഗമായി നടക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പന്തളം കൊട്ടാരത്തിലും വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നന്ദി.